നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ കോച്ചിനെ പുറത്താക്കുമോ? പുറത്താക്കില്ല എന്നതാണ് എഡ്നാൾഡോ റോഡ്രിഗസ് പറഞ്ഞത്, അതായത് CBF പ്രസിഡന്റ്. ഈ ചോദ്യം അർജന്റീന കോച്ചിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ന് പറയുന്നു. നമ്മളാണ് പരിശോധിക്കുന്നത്. അർജന്റീന കോച്ച് ലയണൽ സ്കലോനി കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം, സൗത്ത് അമേരിക്കൻ ടീമുകൾ ഇടയ്ക്കിടെ കോച്ചുമാരെ മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ബ്രസീൽ എന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ 3 കോച്ചുമാരെ വെച്ചു. ഇപ്പോഴത്തെ കോച്ച് ഡൊറിവാൾ ജൂനിയർ പുറത്തു പോകാനുള്ള സാധ്യതയും കാണുന്നു. എന്തു പറയുന്നു എന്നാണ് ചോദ്യം. അതിന് ലയണൽ സ്കലോനിയുടെ മറുപടി, എനിക്കറിയില്ല ബ്രസീൽ കോച്ചിനെ പുറത്താക്കുമോ അതല്ല അദ്ദേഹം തുടരുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് ഫുട്ബോളാണ്. ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്, വലിയ നന്ദിയുമുണ്ട്. കാരണം 2019 ഞങ്ങൾ അത്ര മികച്ച പ്രകടനമൊന്നുമല്ല നടത്തിയത്. അന്നത്തെ കോപ്പ അമേരിക്കയിലൊന്നും ഞങ്ങൾ അത്ര മികച്ച പ്രകടനമല്ല നടത്തിയത്. പക്ഷേ AFA അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ എന്നെ തുടരാൻ അനുവദിക്കുകയായിരുന്നു. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇന്നത്തെ രൂപത്തിലേക്ക് എത്താൻ സഹായിച്ചത് അന്ന് AFA നൽകിയ പിന്തുണയാണ്. ആ ഒരു പ്രോസസ്സിലൂടെ ഞങ്ങൾ കടന്നുപോയി. അന്ന് ആ പ്രോസസ്സ് തുടരാൻ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ മേ ബി അർജന്റീന ഇപ്പോഴത്തെ രൂപത്തിൽ വേൾഡ് കപ്പ് വിന്നേഴ്സ് ആവുമായിരുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ എവിടെ നിൽക്കുന്നു അവിടെ എത്തി നിൽക്കുമായിരുന്നില്ല. പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കുറച്ച് സഹിക്കേണ്ടി വരും. അവസാനമാണ് നമുക്കതിൻ്റെ ഫലം ലഭിക്കുക. അപ്പോൾ അത് സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പ്രോസസ്സ് എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്ക് ധാരണയുണ്ടാവണം. അത് മാനേജേഴ്സ് അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എൻ്റയർ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. ചിലപ്പോൾ ബാഡ് മൊമെൻറ്റ്സ് ഉണ്ടാവും, എന്നാൽ എങ്ങനെ സഫർ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുക എന്നുകൂടി കോച്ച് പറയുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡൊറിവാൾ ജൂനിയറും അത് തന്നെയാണ് പറയുന്നത്. ഒരു പ്രോസസ്സാണ്, തുടങ്ങിയിട്ടുള്ളൂ എന്ന്. ഇടയ്ക്കിടയ്ക്ക് കോച്ചിനെ മാറ്റിയാൽ പിന്നെ അടുത്ത കോച്ച് വരും, അയാളുടെ രീതി ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കും. ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ താരങ്ങൾ അതിനോട് അഡാപ്റ്റ് ചെയ്ത് വരാൻ വേണ്ടി എടുക്കുമ്പോൾ മോശം റിസൾട്ട് വരും. അപ്പോൾ കോച്ചിനെ പിടിച്ച് പുറത്താക്കും, വീണ്ടും അടുത്ത കോച്ച് വരുന്നു. ഇത് തന്നെ ഇങ്ങനെ പ്രോസസ്സ്. ടിറ്റെ പുറത്താക്കിയതല്ല, ടിറ്റെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തതാണ്. ടിറ്റയ്ക്ക് ശേഷം ബ്രസീൽ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ പ്രോസസ്സ് തുടരാനോ കംപ്ലീറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല. ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, കുറച്ച് മത്സരങ്ങൾ അയാൾ ഒഴിവാക്കുന്നു, അടുത്ത കോച്ച് വരുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും നേടാൻ പോകുന്നില്ല എന്നാണ് സ്കലോനിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.